ഹായ് ഓൾ ദിസ് കോക്ക് ഏറം അജയൻ്റെ രണ്ടാം മോഷണം പൊള്ളിക്കാച്ചി പടം. ഈ ഒരു ജോൺറയിൽ മലയാളത്തിൽ സോഫാർ വന്നിട്ടുള്ള ബെസ്റ്റ്. ജിതിൻ ലാൽ, യു മാൻ, യു ഡിഡ് ഇറ്റ്, ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ കുറേ വർഷം 10 വർഷം കണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അത്രയും കാലം നിങ്ങൾ എടുത്ത പണിക്കുള്ള റിസൾട്ട് ഇന്ന് തിയേറ്ററിൽ കാണാൻ പറ്റി. ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ പോലും ഞാൻ എത്രയോ കാലമായിട്ട്, എത്രയോ വർഷമായിട്ട്, എനിക്ക് തോന്നുന്നു 1-2 വർഷമായി തോന്നുന്നു തിയേറ്ററിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇതിൻ്റെ ട്രെയിലർ കാണാറുണ്ട്. ഒരിക്കലും ഇത്രയ്ക്കും ഒരു ഗംഭീര വർക്കാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കിടിലൻ പരിപാടി. ഓഫ് കോഴ്സ് സുജിത് നമ്പ്യാർ ഇതിൻ്റെ റൈറ്റർ. നല്ല വെൽ ഓർഗനൈസ്ഡ് സ്ക്രിപ്റ്റ്. ക്യാരക്ടേഴ്സ് ഇതിൽ ടൊവിനോൻ്റെ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. 3 ക്യാരക്ടേഴ്സ്. അത് ഒന്ന് എന്ന് പറയുന്നത് കേളു, പിന്നെ മണിയൻ എന്ന് പറഞ്ഞാൽ തീപ്പൊരി ഐറ്റം. മണിയനെ കാണാൻ വേണ്ടി മാത്രം ഈ പടം കാണാം. അതുപോലത്തെ ഒരു ക്യാരക്ടർ ടൊവിനോ ഗംഭീരമായിട്ട്, ഈ അമ്മാതിരി എനർജി, പുള്ളിയുടെ ഫിസിക്ക് മണിയനങ്ങ് വന്ന് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അതുപോലത്തെ കഥാപാത്രം. മണിയൻ്റെ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മണിയനാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. പിന്നെ അജയൻ ഒരു അയ്യോഭാവമാണ് എങ്കിൽ കൂടെ പുള്ളിയും പല സീൻസിലും കാണിക്കുന്ന ചില പരിപാടിയൊക്കെ ഉണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ. അങ്ങനെ ഈ 3 ക്യാരക്ടേഴ്സ്. ടൊവിനോയുടെ 50ാമത്തെ ചിത്രമാണ്. ടൊവിനോ എന്ന് പറയുന്ന ആക്ടറിൻ്റെ വേറൊരു ഫേസിലേക്ക് കടന്നു കഴിഞ്ഞെന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലത്തെ എഫേർട്ട് പുള്ളി ഇട്ടിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പടം ലാൻഡ് ചെയ്യിപ്പിക്കുന്നതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഭയങ്കര ഉഴപ്പ്. ഡോക്ടർ സക്കറിയ തോമസ് ഓൾസോ, ഇവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഇത്രയും ഗംഭീര ഒരു പടം, ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് അത് ലാൻഡ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? 3D എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും 3D ഇല്ല. ഞാൻ 3Dയിലാണ് കണ്ടിട്ടുള്ളത്. ഈ സിനിമ 3Dയിൽ കാണാൻ ഞാൻ മസ്റ്റ് വാച്ച് ഇൻ 3D. കാരണം ഇത് 2Dയിൽ ഷൂട്ട് ചെയ്ത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്താണ്. സ്റ്റിൽ ഇതിലെ 3D ഭയങ്കര കിടുവാണ്. ചുമ്മാ അങ്ങനെ 3D കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പന്ത് എറിയുന്നതും തീ പറക്കുന്നതും മറ്റേ അതൊന്നുമല്ല. അതിൽ ഒരുപാട് സീൻസ് ഉണ്ട്. അണ്ടർ വാട്ടർ സീൻസ് ഉണ്ട്, ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്, കടൽ, കൊട്ടാരം, പിന്നെ ചില മോഷണ സീനുകൾ. അതൊക്കെ 3Dയിൽ കാണുമ്പം ഗംഭീര ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ദിബു നൈനാൻ തോമസ്. ദിബു എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ദിബു മാർട്ടിനസിനെ ഓർമ്മ വരും. അദ്ദേഹം തീർസാന പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഒരു ആക്ഷൻ, അഡ്വഞ്ചർ, പീരീഡ്, ഡ്രാമ, എന്ത് വേണമെങ്കിൽ വിളിക്കാം, ഫാൻറ്റസി, മാജിക്കൽ റിയലിസം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം. അങ്ങനത്തെ ഒരു ജോൺറയാണത്. അതിനകത്ത് ചെയ്യുമ്പോഴുണ്ടാവുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. സാധാരണ ടിപ്പിക്കൽ മാസ് പടത്തിൽ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഈ ദിബു നൈനാൻ തോമസ് പടച്ചിരിക്കുന്ന പടക്കൽ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ടൊവിനോടെ നമ്മുടെ മണിയൻ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന സ്കോർ, ആ പുള്ളിയുടെ ആക്ഷൻ വരുന്ന സമയത്ത്, പുള്ളിയുടെ സീൻസ് വരുന്ന സമയത്ത് ഉള്ളൊരു പടക്കലുണ്ട്. പിന്നെ ഇതിൽ വൈക്കം വിജയലക്ഷ്മി പാടിയൊരു സോങ് ഉണ്ട്, അത് ലാസ്റ്റ് വരുന്ന സമയത്ത് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയും ടുവേർഡ്സ് ക്ലൈമാക്സ് ഓൾസോ. പിന്നെ ക്ലൈമാക്സിലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്തും കിടിലൻ സ്കോർ. ഇപ്പം നായിക ഒരു താലം പിടിച്ച് വരുന്ന ഒരു സീനായി കഴിഞ്ഞാൽ പോലെ അവിടെ ഇങ്ങനെ കൊണ പറഞ്ഞ് ഇട്ട് വെറുപ്പിക്കലല്ല, അങ്ങ് സീനങ്ങ് എലവേറ്റ് ചെയ്യുക. അതും അതായത് പറഞ്ഞു നല്ല തിയേറ്ററിൽ കാണണം, അറ്റ്മോസിൽ കിടന്ന് പിടയ്ക്കണം. പിന്നെ ഇതിൻ്റെ MR രാജാകൃഷ്ണനെ പോലുള്ള ആളുകളാണ് ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി അത്രയും പരിപാടി ഇതിനകത്ത് വരുന്നുണ്ട്. സച്ചിൻ ആൻഡ് ഹരിഹരൻ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ റോണക് സേവ്യർ മേക്കപ്പ് പറഞ്ഞാൽ ഇതിൽ വസൂരിയൊക്കെ വരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. യാതൊരുവിധ മേക്കപ്പ് ഇട്ടതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര റിയലായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഗോകുൽദാസാണ് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ പണിയെടുത്ത് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് VFXൻ്റെ സഹായം കൊണ്ട് ഗംഭീര VFX വർക്കാണ്. പിന്നെ ഈ നീല ബസ് കാണിക്കരുത്, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നീല ബസ്സിന് കളക്കോട് വന്നിട്ടില്ല. പല സിനിമയിൽ ഞാൻ കാണുന്ന അത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ നീല ബസ് എന്തിനാണ് പഴയ കാലഘട്ടത്തിൽ കാണിക്കുന്നത്. വിക്രം മോറും ഫീനിക്സ് പ്രഭുവും ചേർന്നിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിയൻ്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചടിയാണ്. അത് ക്യാരക്ടർ അങ്ങനെയാണ്. അത് ഈ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ട് മാത്രമല്ല, അത് ടൊവിനോ അതിന് കൊടുത്തിരിക്കുന്ന ഒരു മൈലേജ് ഉണ്ട്. പുള്ളിയുടെ ഫിസിക്ക്, എജിലിറ്റി, പുള്ളി അതാണ്. ടൊവിനോ പോലത്തെ ഒരാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. അല്ലാതെ ഡ്യൂപ്പിനെ വെച്ചിട്ടും പ്രായ ആൾക്കാരെ മീശ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് മറ്റേ ഒടിയൻ അങ്ങനത്തെ പരിപാടിയല്ല ഇത്. ഒടിയൻ്റെ അപ്പനായിട്ട് വരും ഈ മണി എന്ന് പറയുന്ന കഥാപാത്രം. അതാണ് അതിൽ ആക്ഷൻ കൊറിയോഗ്രാഫി കിടുമായിരുന്നു. ഓഫ് കോഴ്സ് അതിൽ ഷമീർ മോഹന്നിൻ്റെ കട്ട്സ് ഉണ്ട്, ഭയങ്കര ഫാസ്റ്റ് കട്ട്സാണ്, എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ സീൻസിൽ. അതുപോലെ ഞാൻ പറഞ്ഞു മണീൻ്റെ സീൻസിൽ. പിന്നെ കളരി വരുന്നുണ്ട്, അത് വേറെ ആരുമാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കും, കളരി ആശാനായിരിക്കും.
അങ്ങനെ ഇത് പിന്നെ കോസ്റ്റ്യൂംസ് ആയി കഴിഞ്ഞാലും പ്രവീൺ വർമ്മയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മനു മഞ്ജിത്താണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ഞാൻ എല്ലാ ആൾക്കാരുടെയും പേരെടുത്ത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും എഫേർട്ട് ഇട്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്, തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വർഷമായിട്ട് എടുത്ത പണിയല്ലേ, ദേ ഡിസേർവ് റെക്കഗ്നേഷൻ, അതുകൊണ്ടാണ്. പിന്നെ ജോൺ ISC പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫി റേഞ്ച് അറിയാലോ, പ്രത്യേകിച്ച് നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഭയങ്കര കിട്ടുമായിരുന്നു. ആ ഏറ്റവും ബിഗിനിങ് മുതലുള്ള കാലഘട്ടം മുതൽ ലൈറ്റ് ചെയ്തിരിക്കുന്ന രീതി, പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റിക്ക് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ലൈറ്റ് ചെയ്ത രീതി, അതിനുശേഷം ലാസ്റ്റ് ക്ലൈമാക്സ് ആയ സമയത്തേക്ക് 2 സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നത്, അത് വിത്ത് സ്മോക്ക് ഇങ്ങനെ 2 ഐസ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. സ്ട്രീറ്റ് ലൈറ്റ് ഒരു ഭീകരത, അതൊക്കെ ഒരു പരിപാടിയാണത്. അങ്ങനെ മൊത്തത്തിൽ പിന്നെ VFX കിടിലം വർക്കാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഒരുപാട് സീൻസ് ഉണ്ട്, അണ്ടർ വാട്ടർ സീൻസ് ഉണ്ട്, ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോണതുണ്ട്, കടൽ കാണിക്കുന്നുണ്ട്, കൊട്ടാരം, ഈ പരിപാടികളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. മലയക്കോട്ടെ വാല്യൂബിന് ഇറങ്ങി 8 നില പൊട്ടിയപ്പോഴും അവർ ഇറക്കിയ ഒരു പരിപാടിയായിരുന്നു. ഒരു മുത്തശ്ശി കഥ പോലെ മനോഹരമായ സിനിമയാണിത്, നിങ്ങൾ മുത്തശ്ശി കഥ പോലെ നിങ്ങൾ കാണണം, ഇത് ബാലരമ അമർചിത്ര കഥ വായിക്കും പോലെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഈ സിനിമ അങ്ങനെ നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പടത്തിൽ കയറി കഴിഞ്ഞാൽ പടത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പടത്തിൻ്റെ കൂടെ ഒഴുകി പോകും. ഇതിൽ മോഷണമുണ്ട്, ഒരാളങ്ങനെ മോഷ്ടാവുന്നതിൽ പാരമ്പര്യ വൈദ്യൻ എന്ന് പറയുമ്പോൾ പാരമ്പര്യ മോഷ്ടാവ്, അതുകൊണ്ടുണ്ടാകുന്ന ഇമോഷൻസ് സൊസൈറ്റിക്കകത്ത് ഉണ്ടാകുന്നത്, അതുപോലെ ഇതിൽ പല കാര്യങ്ങളും മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ജാതി വ്യവസ്ഥ, കാസ്റ്റ് പൊളിറ്റിക്സ് ഒക്കെ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ രാജപരമ്പര, രക്തം, ഈ പറഞ്ഞ ട്രഡിഷൻ, അവരുടെ ആ വെറി പരിപാടിയൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്ന പോലെ. പിന്നെ കാലഘട്ടത്തിന് കൂടിയാണ്, പിന്നെ ഒരു ജനാധിപത്യ കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അത് കൃത്യമായിട്ട് ടോവിനോയുടെ ക്യാരക്ടർ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഇതിലങ്ങനെ ധാരാളമായിട്ട് നല്ല ഡയലോഗ്സും ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ദീപു പ്രദീപിൻ്റെ ഒരു കൈകടത്തിൽ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഗ്രാമം, ഈ അവിടുത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അഡീഷൻ സ്ക്രിപ്റ്റ്, അപ്പോൾ അതിനകത്ത് ഈ ഗ്രാമത്തിൻ്റെ ഫ്ലേവർ, ദീപു പ്രദീപിൻ്റെ ഫ്ലേവർ പല സ്ഥലത്തും സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. സിനിമയിലെ നായിക കൃതി ഷെട്ടി ചുമ്മാ ഒരു നായികയല്ല, നായികയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് സിനിമയുടെ ചേർന്ന് നിന്ന് പോകുന്നതാണ് ഇവരുടെ റൊമാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അതൊരിക്കലും ഒരു പാരലൽ ട്രാക്കല്ല. സിനിമ ഒരു വഴിക്ക് പോകുന്നു, പ്രേമം വേറെ ഒരു വഴിക്ക് പോകുന്നു, അങ്ങനെയല്ല. ഈ സിനിമയുടെ ടൈറ്റിൽ ഇറ്റ്സെൽഫ് അതുപോലും റിലവൻ്റാണ്. അജയൻ്റെ 2ാം മോഷണം ഈ പരിപാടി, പ്രേമ പരിപാടിയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ഓവറോൾ സ്ക്രിപ്റ്റിനകത്ത് തന്നെ വന്നിരിക്കുന്ന, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രേമ പരിപാടിയാണ്. എനിക്കത് ക്രിഞ്ചായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നോർമലി എനിക്ക് ഈ പ്രേമ പരിപാടി കണ്ടാൽ അപ്പോൾ ക്രിഞ്ച് ഫീൽ ചെയ്യുന്നതാണ്, പക്ഷേ ഇതിലങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സ്ത്രീ കഥാപാത്രങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഐശ്വര്യ രാജേഷ് ഉണ്ട്. ടൊവിനോയുടെ 3 കഥാപാത്രത്തിനും പിന്നെ നായികമാരുണ്ടല്ലോ. ഐശ്വര്യ രാജേഷ് ഉണ്ട്, പിന്നെ കൃതി ഷെട്ടി ഞാൻ പറഞ്ഞു, പിന്നെ സുരഭി ഇതിൽ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഈ വടക്കൻ ഭാഗത്ത് നടക്കുന്ന കഥയാണ്ട് സുരഭിയുടെ സ്ലാങ് ഇതിനെ ബാധിക്കുന്നില്ല. സുരഭി എപ്പോഴും ഒരേ സ്ലാങ്ങിൽ സംസാരിക്കുന്നത്. പക്ഷേ സുരഭിയും ഈ പറഞ്ഞ ടൊവിനോ ആയിട്ടുള്ള കെമിസ്ട്രി വർക്കായിട്ടുണ്ട്. അത് ഒരു കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മണിയൻ്റെ കഥാപാത്രം സുരഭിയായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി. പിന്നെ രോഹിണി അമ്മയായിട്ട്, ടൊവിനോട് അജയൻ്റെ അമ്മയായിട്ട് രോഹിണിയെ കാണിക്കുന്ന സമയത്ത്, ക്ലൈമാക്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ബാഹുബലി, കാരണം പുള്ളിക്കാരതിൽ ബാഹുവിൻ്റെ അമ്മയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം പരിപാടികൾ കാണുന്ന സമയത്ത്, പിന്നെ ഇമോഷണലി ക്ലൈമാക്സ് ആവുന്ന സമയത്ത് ഈ അജയൻ്റെ അച്ചാച്ചനെയും കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ബേസൽ ജോസഫാണല്ലോ എപ്പോഴും ഈടായിട്ട് താരം. ബേസൽ ജോസഫ് വന്ന സമയത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. അത് ബേസൽ തുടർച്ചയായിട്ട് ചെയ്തു വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ സിനിമകളുടെ ഒരു ഇമ്പാക്റ്റാണ്. നല്ല കയ്യടി ബേസലിന് കിട്ടിയിട്ടുണ്ട്. ബേസൽ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നീറ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഒരു ലോഡ് ആൾക്കാരുണ്ട് സിനിമയിൽ, പക്ഷേ ഓവർ ക്രൗഡായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം എല്ലാവർക്കും സ്പേസ് ഉണ്ട്, വളരെ ഡിസ്റ്റിങ്റ്റീവാണ്. ക്യാരക്ടേഴ്സിന് കൃത്യമായിട്ട് സ്പേസ് കൊടുത്തിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹരീഷ് ഉത്തമൻ ഹെവി ആസ് ഓൾവേസ് ഹെവി. ജഗദീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലൊക്കെ ഫിറ്റ് ചെയ്ത് എനിക്കൊരുമാതിരി പ്രമോദ് വെളിനാടിനെ പോലെ തോന്നി പുള്ളിയെ കാണുമ്പോൾ. പക്ഷേ ഗുഡ് പെർഫോമൻസ്. അജു വർഗീസ് ഉണ്ട്. മാലാപാർവതിയാണ് സ്റ്റോറി നെറേറ്റ് ചെയ്യുന്ന ബിഗിനിങ്ങിൽ. നിസ്താർ സേട്ട്, വരത്തൻ പട്ടിക്ക് ചോറ് കൊടുക്കരുതെന്ന് പറയാം പുള്ളിയിൽ. വരത്തനില്ലേ പുള്ളി ഒരു ജാതി വരിയനായിട്ടുള്ള ഒരു ആൾ, നായികയുടെ അച്ഛൻ. പിന്നെ കബീർ ഗുഹൻ സിംഗ്, ഇങ്ങനെ കുറേ പേരുണ്ട്. ബിജുക്കുട്ടനുണ്ട്, അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് സീരിയസ് ക്യാരക്ടറാണ്. പിന്നെ കൽക്കിയിലെ വില്ലൻ പുള്ളിയുണ്ട്. ശിവജിത്ത്, അതായത് പ്രഭാസിൻ്റെ കൽക്കിയിലെ, ടൊവിനോട് തന്നെ കൽക്കിയിലെ വില്ലൻ ശിവജിത്ത്. പിന്നെ സന്തോഷ് കീഴാറ്റൂരുണ്ട്, അദ്ദേഹം ഇതിൽ മരിക്കുന്നില്ല, സ്പോയിലറാണ്. പിന്നെ ഗീതി സംഗീതയുണ്ട്, സഞ്ജു ശിവറാമുണ്ട് പോലീസായിട്ട്, നിർമ്മൽ പാലാഴി, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസ് എ ഹോൾ ലാലേട്ടൻ്റെ വോയിസ് ഓവറിൽ തുടങ്ങി ലാലേട്ടൻ്റെ വോയിസ് ഓവറിൽ അവസാനിക്കുന്ന ഒരു സിനിമ. ടൊവിനോയുടെ
വൺ ഓഫ് ദ ബെസ്റ്റ്, കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് ഉള്ള സിനിമ. ജിതിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഡെബ്യൂ, ഗംഭീരമായിട്ടുള്ള ഒരു ഡെബ്യൂ. അങ്ങനെ ഓവറോൾ എല്ലാ സൈഡ് എടുത്ത് നോക്കുമ്പോഴും നമ്മുടെ വളരെ ലോക്കലായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ കോണ്ടക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് എ ഗ്ലോബൽ അപ്പീൽ. അതാണ് ഈ സിനിമ. ഒരു നമുക്ക് മലയാള സിനിമ എന്ന നിലയ്ക്ക് ആരെയും കാണിക്കാൻ, ധൈര്യപൂർവ്വം കാണിക്കാൻ കഴിയുന്ന ഒരു സിനിമ. AR അജയൻ്റെ രണ്ടാം മോഷണം.